നമസ്കാരം. ടൈം മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. വീട്ടിൽ വരുന്ന വൈദ്യുതി ബില്ല് കണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഞെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ പലരും അതെന്തൊരു ചോദ്യമാണെന്ന് എന്നോട് തിരികെ ചോദിക്കും. കാരണം പലപ്പോഴും വൈദ്യുതി ബില്ല് ഞെട്ടിക്കുന്നതാണ്. വൈദ്യുതി സംബന്ധമായ ഒരു പരാതി നൽകാൻ നിങ്ങൾ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി മടുത്ത് നിരാശരായിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചതിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ വൈദ്യുതി ഉപഭോക്തൃ അവകാശ ചട്ടങ്ങളിലെ ഭേദഗതികൾ നിങ്ങളെ ഇനി മുതൽ ഒരു രാജാവിനെ പോലെ ശക്തീകരിക്കാനുള്ളതാണ്. നിങ്ങളുടെ പേരിൽ അമിത ബില്ല് വന്നാൽ ഇനി നിങ്ങൾ കമ്പനിയുടെ പുറകെ, വൈദ്യുതി വിതരണ കമ്പനിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല. ആ കമ്പനി നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പുറകെ വരും. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ? നമുക്ക് അതൊന്ന് വിശദമായിട്ട് നോക്കാം. നമുക്ക് ലഭിക്കുന്ന വൈദ്യുതി ബില്ലിൽ എന്തെങ്കിലും വലിയ വ്യത്യാസം കണ്ടാൽ ഇനി വിതരണ കമ്പനികൾ അത് സ്വമേധയാ പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഇതിനായി പുതിയൊരു സംവിധാനം തന്നെ വരികയാണ്. കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ ശരാശരി വൈദ്യുതി ഉപയോഗം നോക്കുക. ആ ശരാശരിയേക്കാൾ 5 മടങ്ങ്, അതായത് ഏതാണ്ട് ഒരു 500% കൂടുതൽ തുക ബില്ലിൽ വന്നാൽ കമ്പനി ആ ബില്ലിനെ ഒരു അപാകതയുള്ള ബില്ലായി കണക്കാക്കണം. എന്നിട്ട് ആ ബില്ല് സംബന്ധിച്ച്, ആ റീഡിംഗ് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കണം. അതുപോലെ തന്നെ ശരാശരിയുടെ 1/5 താഴെയായി ബില്ല് കുറഞ്ഞു പോയാലും പരിശോധന വേണം. മീറ്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി മോഷണമോ മറ്റ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ ഈ കേസിൽ നടക്കുന്നുണ്ടോ എന്നുള്ള വിവരവും അവർ അന്വേഷിക്കേണ്ടതായിട്ട് വരും. ബില്ല് വന്ന് 30 ദിവസത്തിനുള്ളിൽ ഉപഭോക്താവല്ല, ഈ കമ്പനി തന്നെ ഈ പ്രശ്നം കണ്ടെത്തി പരിഹരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഈ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോൾ നിങ്ങളുടെ കണക്ഷൻ വിച്ഛേദിക്കാൻ കമ്പനിക്ക് അവകാശമില്ല. ഇതൊരു സുപ്രധാനമായ ഒരു കാര്യമാണ്. കണക്ഷൻ വിച്ഛേദിച്ചിട്ട് അന്വേഷിക്കാൻ നടപടി ഉണ്ടാവില്ല. നിങ്ങളുടെ കണക്ഷൻ അവിടെ നിലനിൽക്കെ തന്നെയാണ് അന്വേഷണം നടക്കേണ്ടത്. നിങ്ങൾ മുൻപത്തെ 6 മാസത്തെ ശരാശരി തുക അടയ്ക്കുന്നുണ്ടെങ്കിൽ തർക്കം തീരുന്നതുവരെ നിങ്ങളുടെ വൈദ്യുതി കണക്ഷൻ സുരക്ഷിതമായിരിക്കും. ആരും വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകത്തില്ല. ഇനി മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത്, ഒരു പുതിയ വൈദ്യുതി കണക്ഷൻ കിട്ടാൻ മാസങ്ങളോളം കാത്തിരുന്ന ഒരു കാലം നമുക്കറിയാം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പുതിയ നിയമപ്രകാരം പുതിയ കണക്ഷനുള്ള സമയപരിധി കുറച്ചിരിക്കുകയാണ്. മെട്രോ നഗരങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും അപേക്ഷ നൽകി വെറും 3 ദിവസത്തിനുള്ളിൽ കണക്ഷൻ നൽകേണ്ടി വരും. മറ്റ് മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 7 ദിവസമാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ 15 ദിവസത്തിനുള്ളിൽ വൈദ്യുതി വീട്ടിലെത്തിച്ചിരിക്കണം. നമ്മുടെ കേരളത്തിലെ കാര്യമെടുത്താൽ KSEB ഇപ്പോൾ തന്നെ പാക്കേജ് കണക്ഷൻ വഴി വെറും 24 മണിക്കൂറിനുള്ളിൽ കണക്ഷൻ നൽകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പോസ്റ്റ് ഇടാൻ ആവശ്യമില്ലാത്ത കണക്ഷനുകൾക്കാണ് ഈ വേഗത ലഭിക്കുക. അടുത്തതാണ് നമ്മളുടെ വൈദ്യുതി ഉപയോഗത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന കാര്യം, ടൈം ഓഫ് ഡേ അഥവാ TOD താരിഫ്. ഇതിൽ സമയത്തിനനുസരിച്ച് വൈദ്യുതി നിരക്ക് മാറുമെന്നുള്ള കാര്യം പല വീഡിയോകളിലായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പകൽ സമയത്ത്, അതായത് സോളാർ ഊർജം കൂടുതലുള്ള സോളാർ മണിക്കൂറുകളിൽ വൈദ്യുതി നിരക്ക് സാധാരണയേക്കാൾ 20% കുറവായിരിക്കും. എന്നാൽ രാത്രിയിലെ പീക്ക് സമയങ്ങളിൽ നിരക്ക് 10% മുതൽ 20% വരെ കൂടാൻ സാധ്യതയുണ്ട്. ഇതെപ്പോഴാണ് നടപ്പാക്കുക? സ്മാർട്ട് മീറ്ററുകൾ വരുന്നതോടെ ഇത് പ്രാബല്യത്തിൽ വരും. വലിയ വ്യവസായങ്ങൾക്ക് 2027 ഏപ്രിൽ 1 മുതലും സാധാരണ ഉപഭോക്താക്കൾക്ക് 2028 ഏപ്രിൽ 1 മുതലും ഇത് നിർബന്ധമാകും. വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാനോ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാനോ പകൽ സമയം തിരഞ്ഞെടുത്താൽ നമുക്ക് ബില്ലിൽ വലിയ ലാഭം ഉണ്ടാക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സോളാർ പാനലുകൾ വെക്കുന്നവർക്കും ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. 5 കിലോവാട്ടിന് മുകളിൽ സോളാർ വെക്കുന്നവരിൽ നിന്ന് ഇനി നെറ്റ് മീറ്ററിംഗ് ചാർജ് ഈടാക്കാൻ സംസ്ഥാന കമ്മീഷനുകൾക്ക് അധികാരമുണ്ട്. കൂടാതെ വലിയ സോളാർ പ്ലാന്റുകൾ, അതായത് ഒരു 500 കിലോവാട്ടിന് മുകളിൽ വെക്കുന്നവർ നിർബന്ധമായും ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൂടി വെക്കണമെന്ന് നിയമം വന്നേക്കാം. ഇത് രാത്രികാലങ്ങളിൽ ഗ്രിഡിലെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ ഓഫീസുകളെല്ലാം 2026 മാർച്ച് 1 മുതൽ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വരും വർഷങ്ങളിൽ നമ്മളുടെ വീടുകളിലേക്കും എത്തിച്ചേരും. ചുരുക്കത്തിൽ ഉപഭോക്താവ് വെറുമൊരു പണമടയ്ക്കുന്ന ആളല്ല, മറിച്ച് അവകാശങ്ങളുള്ള വ്യക്തിയാണെന്ന് ഈ നിയമങ്ങൾ നമുക്ക് വലിയ ഉറപ്പാണ് തരുന്നത്. അമിത ബില്ല് കണ്ടാൽ പേടിക്കാതെ ചോദ്യം ചെയ്യണം. സമയബന്ധിതമായി സേവനം ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കുക. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ 2024-26 കരട് അന്തിമ വിജ്ഞാപനങ്ങളെയും KSEBയുടെ ഏറ്റവും പുതിയ നടപടികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്മാർട്ട് മീറ്ററുകളെയും പുതിയ താരിഫിനെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.